എല്ലാവർക്കും ബേസിസ് കിച്ചണിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം. ഇന്ന് നമുക്ക് വെള്ളയപ്പം അരി അരയ്ക്കണ്ട, കുതിർക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് വെള്ളയപ്പം എങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന വെള്ളയപ്പം അരിപ്പൊടി കൊണ്ടാണ്. അപ്പം 3 ഗ്ലാസ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ആ അരിപ്പൊടിക്ക് 3 ഗ്ലാസ് തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട്. സെയിം അളവിലാണ് വെള്ളയപ്പത്തിന് എപ്പോഴും നമ്മൾ തേങ്ങ എടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ എളുപ്പം തേങ്ങ കിട്ടും, അതാണ് സാധാരണ വെള്ളയപ്പത്തിന് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടുത്തെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന അതേ തേങ്ങയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട്. തേങ്ങ പൊട്ടിച്ച് വെള്ളം ഞാൻ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതല്ലെങ്കിൽ നോർമൽ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ 1 സ്പൂണ് ചോറ് വേണം. ഒറ്റ സ്പൂണ് ചോറ്, അതായത് ടേബിൾ സ്പൂണ്, വലിയ തരത്തിലുള്ള ടേബിൾ സ്പൂണ് 1 സ്പൂണ് ചോറും 1 നുള്ള ഈസ്റ്റ് നമുക്കിടണം. ഞാനിത് കപ്പി കാച്ചിയല്ല എടുക്കുന്നത്, നോർമലായിട്ടുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം. നമുക്കിപ്പം വൈകിട്ടാണെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഒരു വിതിൻ 3, അത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് ഇത് പുളിക്കും. ഒരു 3 മണിക്കൂറിനകമായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അതല്ല നമുക്ക് പിറ്റേന്നത്തേക്കാണെങ്കിലും നമുക്ക് ഒരു രാത്രി ഒത്തിരി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമുക്കത് പിറ്റേന്ന് രാവിലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ നോക്കും. അപ്പം ഇത് ഞാൻ ഇനി അങ്ങോട്ട് ഈ അരിപ്പൊടി എടുത്തുനിന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഒരു 3 തവി അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അരിപ്പൊടിയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ തേങ്ങയും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കാരണം തേങ്ങ ഇതൊന്ന് ആദ്യം നമുക്കൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഈ തേങ്ങ ഞാനൊന്ന് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. നമ്മൾ അരി അരിക്കുന്ന അത്രയും സമയമൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കറങ്ങി ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് ഇട്ടണം. കാരണം നമ്മുടെ കൈ കൊണ്ട് വേണമെങ്കിൽ നമുക്കിത് കുഴച്ചെടുക്കാം, പക്ഷേ തേങ്ങ ഒന്ന് മിക്സിക്കകത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ ഈ അരിപ്പൊടി ആണെങ്കിൽ തന്നെ മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കിയാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ കൊണ്ട് ഒക്കെ കുഴച്ചെടുത്ത് വരുമ്പോഴത്തേക്ക് സമയം കുറേ എടുക്കും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 1 സ്പൂണ് ചോറ്, കറക്റ്റ് 1 സ്പൂണ് ചോറ്, അതായത് കുക്ക് ചെയ്ത ചോറാണ്. ഒറ്റ 1 സ്പൂണ് ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വേണ്ട കേട്ടോ, ഒറ്റ സ്പൂണ് ചോറിട്ടാൽ മതി. പിന്നെ ഒരല്പം ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 നുള്ളി ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നത്. നിങ്ങൾ ഏത് ഈസ്റ്റാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇതാണ് അവൈലബിലിറ്റി, അതുകൊണ്ട് അത് ഞാൻ എടുക്കുന്നു. ഒരല്പം, ഒരു നുള്ളാണ് ഞാൻ ഇടുന്നത്. അത് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ വെള്ളം, നിങ്ങൾക്ക് വെള്ളമാണെങ്കിൽ വെള്ളം ഒഴിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളം വേണമെങ്കിൽ ഒഴിക്കുക. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ തേങ്ങാവെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ആ തേങ്ങാവെള്ളം ഇട്ടാണ് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നത്. അതിനുശേഷം ബാക്കി വെള്ളം വേണമെങ്കിൽ ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞു, അരി അരച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഇവിടുത്തെ മിക്സി ഒന്ന് ഊരിയെടുക്കുന്നത്. ആദ്യം നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു 2-3 മിനിറ്റ് അരയ്ക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചോറും ഇതും ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, തേങ്ങായും എല്ലാം, അതൊന്ന് അരയണം. ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ നല്ലവണ്ണം. പിന്നെ ബാക്കിയുള്ള പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കി നിങ്ങൾക്ക് എടുക്കാം. ഞാൻ മിക്സിക്കകത്തിട്ട് കറക്കിയാണ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മറ്റേന്ന് പറയുമ്പോൾ ഒത്തിരി സമയം എടുക്കുമല്ലോ, അത് കട്ടയൊക്കെ ഉടച്ചെടുക്കണം. ഇത് മിക്സിയിലോട്ടിട്ടൊന്ന് കറക്കി എടുത്താൽ അതായത് 1 മിനിറ്റ് കൊണ്ട് നമുക്കിത് മാവ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് ഞാൻ ബാക്കിയുള്ളതും കൂടെ അങ്ങോട്ട് അരച്ചെടുത്ത് വെക്കാൻ പോവാണ്. അപ്പം ഞാൻ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ച് ഈ ബാക്കിയുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പൊടി വറുത്ത അരിപ്പൊടിയല്ല, ഞാൻ മില്ലിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്ന അതേ സെയിം അരിപ്പൊടി തന്നെയാണ് കേട്ടോ. ഞാനത് അരച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പം നമ്മൾ അരച്ച് വെച്ച് നേരത്തെ വെച്ചിരുന്ന ആ ചോറും തേങ്ങായും എല്ലാം കൂടെ വെച്ചിരുന്നതിൻ്റെ അകത്തോട്ട് ഞാനിതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിത് ആ അരച്ച മാവും കൂടെ ആക്കി ഇത് രണ്ടും എല്ലാം ഒന്ന് മിക്സ് ആക്കി. ഞാനിപ്പോൾ ഉപ്പും ഒന്നും തന്നെ ഇടുന്നില്ല. ഇനിയിപ്പം നാളെയാണ് ഞാൻ ഉപ്പും പഞ്ചസാരയും ഒക്കെ ചേർക്കുന്നത്. കുറച്ച് പഞ്ചസാര ഞാൻ ചേർക്കും, കാരണം അതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പം ഞാനിങ്ങനെ ഇളക്കി കൈ കൊണ്ട് 2 മാവും കൂടെ ഇളക്കി ഡബ്ബയിലോട്ടാക്കി. ഒരു ഇച്ചിരി വെള്ളം ഒത്തിരി കൂടണ്ട കേട്ടോ ഈ പരുവത്തിൽ. ഇത് ഇച്ചിരി എനിക്ക് തോന്നുന്നു മുന്നോട്ടായി പോയി. ഈ പരുവത്തിനൊക്കെ എടുത്താൽ മതി, കാരണം നമുക്ക് തവയിൽ കോരി ഒഴിക്കേണ്ടതല്ലേ. അപ്പോൾ ഇത്
ഇനി പുളിക്കാനൊക്കെ കൊണ്ട് ഞാനിതങ്ങോട്ട് വെക്കുകയാണ്. അപ്പം മാവ് നല്ലോണം പുളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോകണം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നല്ലോണം ചേർത്ത് അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരൽപ്പം പഞ്ചസാര, ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതല്ലേ ക്രിസ്പിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ഇടുന്നു. അല്ല നിങ്ങളുടെ ടേബിൾ സ്പൂൺ ആണെങ്കിൽ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണ് ഞാൻ പറയുന്ന കണക്ക്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതി. അതുപോലെ നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ച് ഇടാവൂ കേട്ടോ. ഞാനിപ്പം 3 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ആ 3 ഗ്ലാസിൻ്റെ അളവ് വെച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു 2-3 മിനിറ്റ് അതിന് ശേഷം ഉപ്പും പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് വെക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഒരൽപ്പം ജീരകം നമുക്കിതിനകത്തോട്ട് പൊടിച്ചിടണം. പൊടിച്ചെന്ന് പറഞ്ഞാൽ ചതച്ചൊന്ന് ക്രഷ് ചെയ്തിടണം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും വെള്ളയപ്പത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കാം. നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പം ഞാൻ തവ അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരൽപ്പം നെയ്യ് ചേർക്കുക. നെയ്യ് അങ്ങോട്ട് പുരട്ടുകയാണ്. നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും പുരട്ടാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനൊരൽപ്പം നെയ്യാണ് പുരട്ടുന്നത്. അപ്പം ഇനി നമുക്ക് മാവ് അങ്ങോട്ട് കോരി ഒഴിക്കാം. ഇപ്പം ഫ്രൈ പാന് നല്ലവണ്ണം തവ ചൂടായിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് ഞാൻ 2 തവി മാവാണ് ഒഴിക്കുന്നത്. എൻ്റെ തവി ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 തവി മാവ് ഒഴിക്കുന്നത്. പരത്തണ്ട കേട്ടോ. അത് ഒഴിച്ചിട്ട് അതേ പൊസിഷനിൽ അത് അങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം ഒരു 5-10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആകുമ്പോഴേ നമ്മൾ തിരിച്ചിടാവും. പെട്ടെന്ന് തിരിച്ചിടരുത്. ഇതാകുന്നതേ ഉള്ളൂ. ഇതിപ്പം ഈ പരുവമാകുമ്പം നമ്മൾ തിരിച്ചിടുക. എന്നിട്ട് അതും ഒരു 2 മിനിറ്റ് 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് അത് ഇങ്ങേപ്പുറത്തെ സൈഡും അതുപോലെ കിടക്കണമെങ്കിൽ മാത്രമേ മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. അല്ലെ പിന്നെ ചട്ടി തവയെ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാം നല്ല സോഫ്റ്റാണ്. നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. തണുത്തതും ചൂടും എല്ലാം നോക്കിയാൽ നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല ബ്രൗണിഷ് കളറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഞ്ചസാരയൊക്കെ ഇടണമെന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ജീരകവും ഇട്ടത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.